നമ്മൾ എത്ര നല്ല രീതിയിൽ പെരുമാറിയിട്ടും നല്ല സ്നേഹം കാണിച്ചിട്ടും നല്ല അടുപ്പം കാണിച്ചിട്ടും നമ്മളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ചില വ്യക്തികളുണ്ട് അല്ലേ നമുക്ക് ചുറ്റും. അപ്പോൾ നമ്മൾ കരുതും, ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, ഞാൻ എത്ര ഉപകാരം ചെയ്യുന്നു, ഞാൻ എത്ര പരിഗണിക്കുന്നു ആ വ്യക്തിയെ, എന്നിട്ടും അവരെന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ മനസ്സമാധാനമാണ് അവിടെ പോകുന്നത്. ഓൾറെഡി നമുക്ക് നമ്മുടെ ഇമോഷൻസ് ബാഡാവാൻ തുടങ്ങും. മറ്റുള്ള ആളുകളെ ചൊല്ലി നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ബാഡാക്കാതിരിക്കുക. അതിന് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തു വിടുക. ഐ ഫോർഗീവ് യു, ഐ സെറ്റ് യു ഫ്രീ, ഐ ബ്ലെസ് യു. ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഉറപ്പായും ആ എനർജി നിങ്ങളെ ബാധിക്കുകയില്ല. എവ്രിതിങ് ഈസ് എൻ എനർജി. അതിൽ നന്മയുള്ളതും ഉണ്ടാവും, ബാഡായതും ഉണ്ടാവും. ചില വ്യക്തികളോട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് തളർച്ച അനുഭവപ്പെടാറുണ്ട് അല്ലേ? കാരണം എന്താണ്? അവരിൽ നിന്നും പുറത്തു പോകുന്ന എനർജിയാണ് അതിന് കാരണം. അവർ ഫുൾ നെഗറ്റീവായിരിക്കും. നമുക്കത് മനസ്സിലാവില്ല, പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതെല്ലാം റെഡി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മൾ ഇല്ലാതാക്കരുത്. ഇത്തരം ആളുകൾ അവരുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ എപ്പോഴും കാണുമ്പോഴൊക്കെ ബ്ലെസ് ചെയ്യുക, അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നല്ല വൈബ്രേഷനാണ് അവരിലേക്ക് എത്തുക. എന്നും ഇത് ചെയ്യുക, കണ്ടിന്യൂസ് ചെയ്യുക. ഐ ഫോർഗീവ് യു, ഐ ബ്ലെസ് യു, ഐ സെറ്റ് യു ഫ്രീ. ഇങ്ങനെ പറയുക. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവാൻ തുടങ്ങും. നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവരും മാറാൻ തുടങ്ങും.